അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനു ശേഷം ഏറെ ശ്രദ്ധയാകർഷിച്ച ലോക്സഭാ മണ്ഡലമാണ് ഡൽഹി. അതുകൊണ്ട് കോൺഗ്രസ് ഈ മണ്ഡലത്തെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നതും. ഇപ്പോഴിതാ ഡൽഹിയിലെ 3 സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് യുവ നേതാവായ കനയ്യകുമാറിലാണ്. കനയ്യകുമാർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് മത്സരിക്കുക. ബിജെപിയുടെ മനോജ് തിവാരിയാണ് ഇവിടെ എതിരാളി. മണ്ഡലത്തിൽ മത്സരം പൊടിപാറുമെന്നും ഉറപ്പാണ്. അതേസമയം പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി ജലന്ധറിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. കനയ്യകുമാർ ഇത് 2ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ബീഹാറിലെ ബെഗുസരയിൽ നിന്ന് CPIക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിനോടാണ് അന്ന് അദ്ദേഹം തോറ്റത്. 2021 അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നത്. മനോജ് തിവാരി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് 2 തവണ വിജയിച്ച MP ആയതാണ്. 2019 മുൻ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അതേസമയം വെറ്ററൻ നേതാവ് ജയപ്രകാശ് അഗർവാളിനെ ചാന്ദിനി ചൌക്കിൽ നിന്നാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. 1984, 89, 96 വർഷങ്ങളിൽ അഗർവാൾ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ ഉദിത് രാജ് മത്സരിക്കും. ഇയാൾ മുൻ BJP നേതാവാണ്. 2014 ഈ സീറ്റ് BJPയിൽ നിന്ന് വിജയിച്ചതാണ് അദ്ദേഹം. AAPയുമായുള്ള ധാരണ പ്രകാരം കോൺഗ്രസ് ഡൽഹിയിൽ 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഡൽഹിക്ക് പുറമെ പഞ്ചാബിലെ 6 സീറ്റിലേക്ക് കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചരൺജിത് ചന്നി നേരത്തെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 സീറ്റിലും പരാജയപ്പെട്ടിരുന്നു. ചംകൂർ സാഹിബിലും ബദോറിലുമാണ് അദ്ദേഹം മത്സരിക്കുക. അതേസമയം ഉത്തർപ്രദേശിലെ അലഹാബാദിൽ ഉജ്ജൽ രേവതി രമൺ സിംഗ് ആണ് മത്സര രംഗത്തിറങ്ങുന്നത്. ഇനി ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ശക്തമായ പോരാട്ടത്തിന് വേദിയൊരുങ്ങുകയാണ് ഇവിടെ. നടി കങ്കണ റണാവത്തിനെതിരെ മന്ത്രിയും മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനുമായ വിക്രമാദിത്യ സിന്ധ്യയാണ് മത്സരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പ്രതിഭ സിംഗ് ആണ് ഇക്കാര്യം പറയുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കങ്കണ റണാവത്ത്. മണ്ഡലത്തിൽ നടിക്കെതിരെ BJP പ്രവർത്തകർ രോഷത്തിലാണ്. ഇതെല്ലാം മുൻനിർത്തിയാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും. മാണ്ഡിയിലെ ജനങ്ങൾ എപ്പോഴും ഞങ്ങൾക്കൊപ്പം നിൽക്കാറുണ്ടെന്നാണ് പ്രതിഭ സിംഗ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വിക്രമാദിത്യ സിംഗിനെതിരെ കങ്കണ രംഗത്ത് വന്നിരുന്നു. തന്നെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കാൻ വിക്രമാദിത്യക്ക് സാധിക്കില്ല എന്നും ഇത് അദ്ദേഹത്തിന്റെ പൂർവികരുടെ എസ്റ്റേറ്റ് അല്ലെന്നും കങ്കണ തുറന്നടിച്ചിരുന്നു. നേരത്തെ ബീഫ് കഴിക്കുന്നവളാണ് കങ്കണ എന്ന് വിക്രമാദിത്യ സിംഗ് തുറന്നടിച്ചിരുന്നു. ഇത് വലിയ വിവാദമായതിനെ തുടർന്നാണ് കങ്കണ പ്രതികരണവുമായി എത്തിയത്. ഷിംല റൂറലിൽ നിന്ന് 2 വട്ടം MLA ആയിട്ടുണ്ട് വിക്രമാദിത്യ സിംഗ്. സംസ്ഥാനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അറിയാൻ കങ്കണയെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അദ്ദേഹം. എന്താണ് കങ്കണ ഹിമാചലിന് സംഭാവന ചെയ്തിട്ടുള്ളത്? ഭാവിയിൽ എന്തായിരിക്കും നിങ്ങളുടെ റോൾ? മാണ്ഡിയിലെ BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടും ആസൂത്രണവും എന്ന് ചോദിക്കുകയാണ് വിക്രമാദിത്യ സിംഗ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സമയം കളയാനാണ് കങ്കണ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കങ്കണ ഇതേ രീതിയിൽ തന്നെ സംസാരിക്കണം. ഭാഷയിൽ യാതൊരു മാറ്റവും വരുത്തരുത്. ശ്രീരാമനോട് ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കാമെന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞത്. മണാലിയിൽ പ്രകൃതി ദുരന്തവും മഴക്കാല ദുരിതങ്ങളും ഉണ്ടായപ്പോൾ ഒരു ദിവസം പോലും കങ്കണ മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. ദുരന്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തെന്ന് ആദ്യം പറയൂ എന്നാണ് കങ്കണയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വിക്രമാദിത്യ സിംഗ് പറഞ്ഞത്. ഏതായാലും കോൺഗ്രസ് ഇറക്കിയ നേതാവിനെ കങ്കണ ഭയക്കേണ്ടി വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട.